എല്ലാവർക്കും ഇറ്റ്സ് മീ അബ്സുവിലേക്ക് സ്വാഗതം. സോ നമ്മൾ ആവേശത്തിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടു. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം പോയി കണ്ടത്. അപ്പൊ അതിന്റെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാനുള്ള സെറ്റപ്പിലാണ് ഞാൻ വന്നത്. കുറച്ച് ലേറ്റ് ആയി പോയി, പടമൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് ദിവസമൊക്കെ ആയി. സോ എന്തായാലും ആ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർവ്യൂയിലൂടെ ഇത്ര ഹൈപ്പ് കിട്ടിയ വേറൊരു പടം ഉണ്ടാവുന്ന കാര്യത്തിൽ തന്നെ സംശയമാണ്. കാരണം ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ പടം എന്ന രീതിക്ക് നല്ല രീതിക്ക് ആ പടത്തിന് ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഈ പടത്തിൽ എനിക്ക് പോസിറ്റീവായി തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസന്റെ ആ പെർഫോമൻസ്. എന്റെ പൊന്നോ, പുള്ളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആ മാതിരിയാണ് പുള്ളി അവിടെ കാണിച്ചു കൂട്ടിയത്. സാധാരണ ഒരു യൂത്തായി അഭിനയിക്കുന്ന ആള് ഒരു യങ്ങിലേക്ക് ഒരു 60 വയസ്സ് 70 വയസ്സൊക്കെ ആയ ആളുടെ റോൾ അഭിനയിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂളായിട്ട് സിമ്പിൾ ആയിട്ട് പുള്ളി അവിടെ അഭിനയിച്ചു വെച്ച ഒരു സെറ്റപ്പാണ് കാണാതായിട്ട്. ഇതിന്റെ അത് പോസിറ്റീവായി തോന്നിയ മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാലിന്റെ മാൻഡേഴ്സും അതുപോലെ തന്നെ ആ ലുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയതുകൊണ്ട് ഇതിനും ചെറുപ്പത്തിലെ വന്ന ഒരു അഭിനയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അകത്താണ് ഈ മോഹൻലാലിന്റെ ഗ്ലിംസ് ഒക്കെ അടിച്ചിട്ട് നല്ല രീതിക്ക് മോഹൻലാലിന്റെ എന്താ ഒറിജിനൽ മോഹൻലാൽ എന്നുള്ള ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായി. സോ അത് എനിക്ക് തോന്നിയതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ ഒരു അഭിപ്രായത്തില് എനിക്ക് അങ്ങനെ ഫീൽ ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ പുള്ളി ആ പ്രായമായി വരുമ്പോഴുള്ള മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയുണ്ടായില്ല. ഫസ്റ്റ് ഹാഫിന്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ആവറേജ് സെറ്റപ്പ് ആണ് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അത് സാധാരണ വിനീത് ശ്രീനിവാസന്റെ മൂവീസ് ഒക്കെ പോലെ ടച്ച് ഒക്കെ പോലെ ഹൃദയം പോലത്തെ സെറ്റപ്പിലൊക്കെ കുറെ ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഗ്രോത്തും കാര്യങ്ങളും, പിന്നെ അതിനകത്ത് കുറെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇതൊക്കെയാണ് സാധാരണ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫിൽ ആവറേജ് പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ തോന്നിച്ചു. അതിനുശേഷം പടത്തിന് മറ്റേ ബേസിൽ വന്നു, ആ പടത്തിന്റെ ലെവൽ ഒന്ന് കുറച്ച് മുകളിലേക്ക് ഉയർത്തി. അതിനുശേഷം പകുതി വെച്ച് നീരജ് മാധവ് വന്നു, ഒന്നും കൂടി ഉയർത്തി. അതിനുശേഷം എന്റെ പൊന്നോ, നിവിൻ പോളി വന്നിട്ട് അങ്ങ് അടിച്ച് തൂത്ത് വാരി എടുത്തുകൊണ്ട് പോയി എന്ന് തന്നെ പറയാം. ആ പടത്തിന്റെ ലെവൽ തന്നെ അങ്ങ് മാറ്റി കളഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫിലാണ് സിനിമേന്റെ ആ ഗതി അങ്ങ് മാറിയതെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒരു ഡ്രാമ, ഇമോഷണൽ ഡ്രാമ പോലത്തെ ഫീലൊക്കെ ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് എന്റെ പൊന്നോ ഒരു തകർത്തങ്ങ് ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. പടം അങ്ങ് ആസ്വദിച്ചതിനകത്തേക്ക് അലിഞ്ഞു പോയ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. ഒരു പ്രൂഫ് റോള് അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ അങ്ങ് കയറി ഒന്നുകൂടി സിനിമ അങ്ങ് കയറി കൊളത്തി. എടുത്തു പറയേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളി ചെയ്ത നിതിൻ മോളി എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്റെ പൊന്നോ, മലയാള ഇൻഡസ്ട്രിയിൽ വേറെ ആരെ കൊണ്ടും അത് പറ്റില്ലാന്ന് ഒരുപാട് ഇന്റർവ്യൂവിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. അതിന്റെ അകത്ത് നിവിൻ പോളി അടിക്കണ ഒരു ഡയലോഗ് ഉണ്ട്, എന്റെ പൊന്നോ വേറെ ലെവല് ഡയലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പടം അങ്ങ് നിവിൻ പോളി അങ്ങ് അയിഞ്ഞാടി എന്ന് പറയാം. ആവേശത്തിൽ ഫഹദ് ഫാസിലായിരുന്നെങ്കിൽ ഇതിന്റെ അകത്ത് നിവിൻ പോളി അങ്ങോട്ട് തകർത്ത അയിഞ്ഞാടി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി അഭിനയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിന്റെ ഇൻട്രോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, നിവിൻ പോളി ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുള്ളിന്റെ. നിവിൻ പോളി വന്നതിന് ശേഷമാണ് പടം ആവറേജിൽ പോയിട്ടിരുന്ന പടത്തിന് ഒരു അന്യായ സെറ്റപ്പിലേക്ക് അങ്ങ് എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് ഇതിന്റെ അത് വലിയ കാര്യമായിട്ട് എന്തൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഹൃദയ ആയാലും അതുപോലെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും വിനീത് ശ്രീനിവാസന്റെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം നല്ല കേട്ടിരിക്കാൻ സെറ്റപ്പുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഹൃദയത്തിലെ പാട്ടൊക്കെ ഒരുപാട് ട്രെൻഡിങ് കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ എനിക്ക് ഇതിന്റെ അകത്ത് പാട്ടുകളും കാര്യങ്ങളൊന്നും വലിയ രീതിക്ക് അങ്ങോട്ട് ഒരു ഇഷ്ടപ്പെടാത്ത പോലെ. അത് എനിക്ക് മാത്രമാണോ അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പാട്ട് എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. അത് മാത്രമാണ് ഈ പടത്തിൽ എനിക്ക് വലിയ ഒരു ഇതായിട്ട് തോന്നുള്ളൂ. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇനി അടുത്ത ഏതെങ്കിലുമൊക്കെ റിവ്യൂ ആയിട്ട് വരാം. സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇപ്പൊ വീഡിയോയും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളും ഓട്ടോ ഒക്കെ ആയിരുന്നു. ഒരു വിധത്തിൽ അങ്ങനെ ഫ്രീ ആയി ഇപ്പൊ തട്ടിക്കൂട്ടി എടുത്ത വീഡിയോ ആണ്. ഇപ്പൊ ലൈറ്റിന്റെ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അന്യ ഒരു മെനക്കെട്ട സെറ്റപ്പിലൊക്കെ ഉണ്ടാവും. എന്തായാലും ക്ഷമിക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ.